നമസ്കാരം. ദേവകി ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം. 2025 ഏപ്രിൽ മാസത്തിലെ ഗ്രഹസ്ഥിതിയും ഗ്രഹമാറ്റവും ഒന്ന് പരിശോധിക്കാം. ഇടവത്തിൽ വ്യാഴം, മിഥുനത്തിൽ കുജൻ, കന്നിയിൽ കേതു, മീനത്തിൽ രവി, രാഹു, ശുക്രൻ, ബുധൻ, ശനി എന്നീ ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ഏപ്രിൽ 3-ാം തീയതി ബുധൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് സംക്രമിക്കപ്പെടും. ഒരു പ്രധാനപ്പെട്ട ഗ്രഹമാറ്റം കഴിഞ്ഞ ഒരു മാസമാണ് ഈ മാസം. മാർച്ച് 29-ന് ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് സംക്രമിക്കപ്പെട്ടു. ശനി മീനം രാശിയിൽ നിന്നാലുള്ള ഫലങ്ങൾ നേരത്തെ തന്നെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവ 4 വീഡിയോകളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. രാജയോഗം ലഭിക്കുന്ന നക്ഷത്രക്കാർ, 7 ശനി തുടങ്ങുന്നവർ, കണ്ടക ശനി ആരംഭിക്കുന്നവർ, 12 രാശിക്കാരുടെയും ഫലങ്ങൾ, അങ്ങനെ 4 വീഡിയോയിലായി ദേവകി ആസ്ട്രോ റിസർച്ച് എന്ന ഈ ചാനലിൽ കയറി നോക്കിയാൽ ലഭിക്കുന്നതാണ്. 12 രാശികളിലായി സ്ഥിതി ചെയ്യുന്ന 27 നക്ഷത്രക്കാരുടെയും 2025 ഏപ്രിൽ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ആദ്യമായി മേടക്കൂർ. അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ 2025 ഏപ്രിൽ മാസത്തിൻ്റെ ആദ്യ പകുതിയേക്കാൾ 2-ാം പകുതിയായിരിക്കും കൂടുതൽ മെച്ചം. സുഹൃത്തുക്കളും ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അകൽച്ചയ്ക്കും സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ബന്ധുവിൻ്റെ വിയോഗത്തിനും സാധ്യത കാണുന്നുണ്ട്. ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം, സ്ഥാനമാനങ്ങളും സന്തോഷം എന്നിവ അനുഭവത്തിൽ വരും. ധനാഗമനം ഉണ്ടാകുമെങ്കിലും അധികമായ ധനച്ചിലവുകളും വന്നു ചേരുന്നതാണ്. ദൂരദേശ യാത്രകളും അതിൽ നിന്ന് ക്ലേശങ്ങൾക്കും ഇടയാകും. രോഗശമനം, നിത്യവരുമാന മാർഗം പുഷ്ടിപ്പെടുകയും കർമ്മരംഗത്ത് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്നതുമാണ്. ഉന്നത പദവി അലങ്കരിക്കുന്നതിനും സ്ഥാനമാന ലബ്ധി എന്നിവ പ്രതീക്ഷിക്കാം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട്. സന്താനങ്ങളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും. പ്രത്യേകിച്ച് ഉന്നത പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ശത്രു ക്ലേശങ്ങൾ ഉണ്ടാകാനും ബന്ധുക്കൾ മൂലവും ചില ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. അമ്മയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കണം. 7 ശനിക്കാലം ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ 12-ാം ഭാവത്തിൽ 5 ഗ്രഹങ്ങളാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്ക് ഇടയാക്കും. ഉറ്റവർക്കായോ സ്വന്തം ആവശ്യങ്ങൾക്കായോ ഒരു ആശുപത്രി വാസവും പ്രതീക്ഷിക്കാം. മഹാദേവന് ധാര, കൂവളത്തില കൊണ്ട് അർച്ചന, ഓം നമഃശിവായ 108 നിത്യേന ജപിക്കുകയും ചെയ്യുക. ഇടവക്കൂർ. കാർത്തികയുടെ ബാക്കി 3/4 ഭാഗം, രോഹിണി, മകേരത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ 2025 ഏപ്രിൽ മാസത്തിന്റെ 2-ാം പകുതിയേക്കാൾ ആദ്യ പകുതിയായിരിക്കും കൂടുതൽ മെച്ചം. ഇടവക്കൂറുകാർക്ക് ശനിമാറ്റം ഗുണപ്രദമാണ്. പുതിയ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അവ ലഭിക്കുന്നതിനും ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥാനമാന ലാഭം, ഉയർച്ച, ജോലി മാറ്റം, ഉദ്ദിഷ്ട കാര്യസിദ്ധി എന്നിവ പ്രതീക്ഷിക്കാം. ഇഷ്ടഭക്ഷണ സമൃദ്ധി, ബന്ധുസമാഗമം എന്നിവ ഉണ്ടാകും. കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടാനിടയുണ്ട്. പലവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും. ശത്രുപരാജയം, സുഖം, ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം എന്നീ നല്ല ഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂല മാസക്കാലമാണ്. സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന മാസമാണ്. സന്താനങ്ങൾ മൂലം പലവിധ നേട്ടങ്ങളും ഉണ്ടാകും. അവരുടെ ജോലി ലഭിക്കുന്നതിനും സാധ്യമാണ്. വിദേശയാത്രയും തരപ്പെടുന്നതാണ്. വിദേശത്ത് ജോലിക്കായി കാത്തിരിക്കുന്നവർക്കും ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും. എല്ലാ കാര്യത്തിലും ഉള്ള ഭയം മാറിക്കിട്ടുന്നതാണ്. ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും സഹോദര സ്ഥാനീയരുമായും ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങൾ ലഭിക്കുന്നതാണ്. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആരോഗ്യം അനുകൂലമായിരിക്കും.
ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും ഓം നമഃശിവായ 108 ഉരു നിത്യേന ജപിക്കുകയും ചെയ്യുക. മിഥുനക്കൂർ മകയിരത്തിന്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ 2025 ഏപ്രിൽ മാസത്തിൽ വിവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും. ശനി മാറ്റത്താൽ കണ്ടകശനി ആരംഭിച്ചു. എന്നാൽ മിഥുനം രാശിക്കാർക്ക് ശനി ദോഷവാനല്ല. നല്ല ആരോഗ്യം, രോഗശമനം, സർവാഭീഷ്ട ലാഭം, ബന്ധു സമാഗമം, ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്നതിനും ഇടയാകും. കർമ്മരംഗത്ത് പുതിയ സ്ഥാനമാനങ്ങൾ, അഭിമാനിക്കാനുള്ള അവസരങ്ങളും വന്നു ചേരും. പുതിയ ജോലിക്കായി കാത്തിരിക്കുന്നവർക്കും ആഗ്രഹം പൂർത്തീകരിക്കുന്നതാണ്. കടുത്ത വാക്കുകൾ മൂലം ക്ലേശങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. തന്മൂലം മാനസിക പ്രയാസങ്ങളും ഉണ്ടായേക്കാം. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അത്ര ഗുണപ്രദമാകാനിടയില്ല. എതിർലിംഗത്തിൽപ്പെട്ടവരുമായി ഇടപെടുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. അപമാനിതരാകാൻ ഇടയുണ്ട്. ചില ധനച്ചിലവുകളും വന്നു ചേരും. എല്ലാവിധമായ സുഖം, പേരും പ്രശസ്തിയും, ഉയർച്ച, ശത്രുനാശം, ദാനധർമ്മങ്ങൾ ചെയ്യുവാനും കുടുംബത്ത് സുഖവും സമാധാനവും ഉണ്ടായി വരും. വീട് പുതുക്കി പണിയുന്നതിനും പുതിയത് വാങ്ങുന്നതിനും വസ്തു സ്വന്തം പേരിലാകുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും സാധ്യമാണ്. ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം. അവ തീർത്ഥാടനങ്ങളും ആകാം. ബിസിനസ് രംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാണ്. പരീക്ഷകളിലും അഭിമുഖങ്ങളിലും വിജയിക്കാനാണ്. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം. ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ്. ഗണപതിക്ക് നാളികേരം ഉടച്ചും ദേവിക്ക് കടുംപായസം, വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക. കർക്കിടകക്കൂർ പുണർദത്തിന്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ 2025 ഏപ്രിൽ മാസത്തിന്റെ രണ്ടാം പകുതിയായിരിക്കും ഒന്നാം പകുതിയേക്കാൾ കൂടുതൽ മെച്ചം. ശനി മാറ്റത്താൽ കർക്കിടകം രാശിക്കാരുടെ അഷ്ടമശനി അവസാനിച്ചിരിക്കുന്നു. ധനലാഭം, ബന്ധു സമാഗമം, അധികാരികളിൽ നിന്നും സഹായം ലഭിക്കുന്നതിനും സർവകാര്യ വിജയം, പുതിയ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണവും ഉണ്ടാകും. അങ്ങനെ നല്ല ഫലങ്ങൾ ലഭിക്കുന്ന ഒരു മാസക്കാലമാണ്. കുടുംബത്തെ ഭാര്യ ഭർത്താക്കന്മാരുമായും മക്കളായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ചില മനപ്രയാസങ്ങളും എതിർലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ അപവാദങ്ങൾ കേൾക്കേണ്ടതായും വന്നേക്കാം. സ്ഥാനമാന ലാഭം, ഉയർച്ച, ശത്രുശല്യം കുറയുന്നതിനും സന്തോഷം എന്നിവ പ്രതീക്ഷിക്കാം. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതാണ്. വിവാഹം നടക്കാതിരുന്നവർക്ക് ഈ മാസം അതിന് അനുകൂലമായ മാസമാണ്. സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന സമയമാണ്. സന്താനങ്ങൾ മൂലം ഉണ്ടായിരുന്ന മനപ്രയാസങ്ങളെല്ലാം മാറി വരുന്നതായും കാണാം. ദൈവാധീനം വേണ്ടുവോളമുള്ള കാലഘട്ടമാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ പുരോഗതി ഉണ്ടാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവ വിപുലപ്പെടുത്തി എടുക്കുന്നതിനും നല്ല നേട്ടങ്ങൾ കൊയ്യാനും ആകും. രോഗശമനം, ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം എന്നിവയും പ്രതീക്ഷിക്കാം. അച്ഛനോ അച്ഛൻ ബന്ധുക്കൾക്കോ ചില ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. രക്തദൂഷ്യങ്ങൾ ഉണ്ടാകാനും മുറിവ്, ചതവ്, പൊള്ളൽ എന്നിവയ്ക്കും സാധ്യത കാണുന്നുണ്ട്. ദേവിക്ക് യഥാവിധി വഴിപാടുകളും സമർപ്പിച്ച് വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക. ചിങ്ങക്കൂർ മകം, പൂരം, ഉത്രത്തിന്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ 2025 ഏപ്രിൽ മാസത്തിന്റെ ആദ്യ പകുതിയേക്കാൾ രണ്ടാം പകുതിയായിരിക്കും കൂടുതൽ മെച്ചം. ശനിമാറ്റത്താൽ ചിങ്ങം രാശിക്കാരുടെ കണ്ടകശനി അവസാനിച്ചിരിക്കുന്നു. ധനനേട്ടം ഉണ്ടാകാനും സന്താനങ്ങൾ മൂലം സന്തോഷാനുഭവങ്ങളും വന്നു ചേരുന്നതാണ്. പലവിധ ഭാഗ്യാനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ്. വീട് സ്വന്തമാകുന്നതിനും വീട് പുതുക്കി പണിയുന്നതിനും സാധിക്കും. വാഹനം മാറി വാങ്ങുന്നതിനും വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണവും ഉണ്ടാകും. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും. കർമ്മരംഗത്ത് നല്ല ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ട്. സ്ഥാനമാന ലാഭം, ദൂരദേശ യാത്രകൾ എന്നിവ ഉണ്ടാകും. എന്നാൽ ആദ്യ പകുതിയിൽ ചില മനപ്രയാസങ്ങൾക്ക് ഇടയാകും. മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും
അതുപോലെ തന്നെ ശത്രുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും തന്മൂലം അപമാനിതരാകാനും ഇടയുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ ഇടയുണ്ട്. ശനിയാഴ്ച ദിവസങ്ങളിൽ ധനമിടപാടുകളും യാത്രകളും ഒഴിവാക്കുക. ദൂരദേശ യാത്രകളിൽ ചില മനക്ലേശങ്ങൾ ഉണ്ടാകാനും നേത്ര സംബന്ധമായ അസ്വസ്ഥതകൾക്കും സാധ്യതയുണ്ട്. രക്തദൂഷ്യങ്ങളോ ഉദര സംബന്ധമായ ക്ലേശങ്ങൾക്കോ സാധ്യതയുണ്ട്. മഹാദേവന് ധാര, കൂവളത്തില കൊണ്ട് അർച്ചന, ഹനുമാൻ ചാലിസ നിത്യേന ജപിക്കുകയും ചെയ്യുക. കന്നിക്കൂർ, ഉത്രത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം, അത്തം, ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ 2025 ഏപ്രിൽ മാസത്തിൽ ഇഷ്ടഭക്ഷണ സമൃദ്ധി, പലവിധ ഭാഗ്യാനുകൂല്യങ്ങളും അപ്രതീക്ഷിതമായ ധനനേട്ടം എന്നിവ പ്രതീക്ഷിക്കാം. വിദേശയാത്ര തരപ്പെടുന്നതാണ്. കന്നിരാശിക്കാർക്ക് കണ്ടകശനി ആരംഭിച്ചു. ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം, സന്തോഷം, രോഗശമനം, സർവകാര്യ വിജയം എന്നിവ പ്രതീക്ഷിക്കാം. വീട് സ്വന്തമാകുന്നതിനും വീട് പുതുക്കി പണിയുന്നതിനും സാധ്യതയുണ്ട്. വാഹനം മാറി വാങ്ങുന്നതിനും സാധ്യമാകും. വസ്തു സംബന്ധമായ കാര്യങ്ങൾക്ക് ഗുണപ്രദമാണ്. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല മാസക്കാലമാണ്. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളും വന്നു ചേരും. മക്കൾക്ക് ജോലി ലഭിക്കുന്നത് വഴിയോ വിവാഹം നടന്നു കിട്ടുന്നത് വഴിയോ നല്ല സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. എതിർലിംഗത്തിൽപ്പെട്ടവരുമായി ഇടപഴകുമ്പോൾ അപമാനിതരാകാൻ ഇടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ 7ാം ഭാവത്തിൽ ധാരാളം ഗ്രഹങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതിനാൽ ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം. വിട്ടുവീഴ്ച മനോഭാവം അത്യന്താപേക്ഷിതമാണ്. കുടുംബത്തുള്ളവരുമായും സുഹൃത്തുക്കളുമായും ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. ഉദര സംബന്ധമായ ക്ലേശങ്ങൾക്കും ഇടയാകും. യൂറിനറി ഇൻഫെക്ഷൻസ് ഉണ്ടാകാം. മഹാദേവന് ധാര, അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം എന്നിവ സമർപ്പിക്കുക. തുലാക്കൂർ, ചിത്രയുടെ ബാക്കി പകുതിയും ചോതി, വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ 2025 ഏപ്രിൽ മാസത്തിന്റെ 2ാം പകുതിയേക്കാൾ ആദ്യ പകുതിയായിരിക്കും കൂടുതൽ മെച്ചം. സന്തോഷം, മനസമാധാനം, കാര്യവിജയം, ശത്രുശല്യം കുറയുന്നതിനും ലോക ബഹുമാനം, രോഗശമനം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം എന്നിവ പ്രതീക്ഷിക്കാം. ശനി 6ാം ഭാവത്തിൽ തുലാം രാശിക്കാർക്ക് ഗുണപ്രദമാണ്. വിദേശയാത്രയും തരപ്പെടും. എഴുത്തുകാർക്കും ഗ്രന്ഥകാരന്മാർക്കും ഗുണപ്രദമായ മാസമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ താല്പര്യം വർദ്ധിക്കും. നല്ല ഫലങ്ങൾ കാഴ്ചവെക്കാനും ആകും. വാക്കുകൾ കഠിനമാകുന്നതാണ്. വീട് മാറി താമസിക്കുന്നതിനും ജോലിസ്ഥലം മാറുന്നതിനും സാധ്യമാകും. വീട് പുതിയത് വാങ്ങുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും ഇടയാകും. കുടുംബസ്വത്ത് കൈവശം വന്നു ചേരും. അമ്മയ്ക്കായി ധനച്ചിലവുകളും വന്നു ചേരും. നിത്യവരുമാനത്തിൽ വർധനവുണ്ടാകുമെങ്കിലും ധനച്ചിലവുകൾ വർദ്ധിച്ചു തന്നെ നിൽക്കും. എന്നാൽ 2ാം പകുതിയിൽ വീട്ടുകാരും സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും കുടുംബത്തുള്ളവർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാനും ഇടയുണ്ട്. മക്കളെ ചൊല്ലി ചില വിഷമതകളും ഉണ്ടായേക്കാം. ഉദരസംബന്ധമായ അസ്വസ്ഥതകളോ നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകളും ഉണ്ടാകാൻ ഇടയുണ്ട്. വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനവും വിഷ്ണു സഹസ്രനാമം നിത്യേന കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക. വൃശ്ചികക്കൂർ, വിശാഖത്തിന്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ 2025 ഏപ്രിൽ മാസത്തിന്റെ ആദ്യ പകുതിയേക്കാൾ 2ാം പകുതിയായിരിക്കും കൂടുതൽ മെച്ചം. വൃശ്ചികം രാശിക്കാരുടെ കണ്ടകശനി തീർന്നു. സന്തോഷം, കാര്യലാഭം, ധനലാഭം, ലോക ബഹുമാനം, ശത്രുനാശം, പുതിയ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കുന്നതിനും നിത്യവരുമാനത്തിൽ വർധനവുണ്ടാകുന്നതിനും സാധ്യതയുള്ള മാസക്കാലമാണ്. ഈശ്വരാധീനം വേണ്ടുവോളമുള്ള മാസക്കാലം. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായവ തീരുമാനമാകും. സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന മാസക്കാലമാണ്. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഇടയുണ്ട്. പുതിയ ജോലി ലഭിക്കാനും ഉള്ള ജോലിയിൽ ഉയർച്ചകൾ വന്നു ചേരാനും ഇടയുണ്ട്. സുഹൃത്തുക്കൾ മൂലമോ ബന്ധുക്കൾ മൂലമോ ചില ക്ലേശങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ശത്രുശല്യം വർദ്ധിക്കും. ഉഷ്ണരോഗം, ശരീരത്തിന് ചില ക്ലേശങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. ഭദ്രകാളി ക്ഷേത്രത്തിൽ നെയ്വിളക്ക് സമർപ്പിക്കുകയും
ഓം നമഃശിവായ 108 ഉരു നിത്യേന ജപിക്കുകയും ചെയ്യുക. ധനുക്കൂറ് മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ 2025 ഏപ്രിൽ മാസത്തിൽ വിവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം വന്നു ചേരുന്നതിനും അമ്മയിൽ നിന്നും പലവിധ നേട്ടങ്ങൾക്കും ഇടയാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ താല്പര്യം വർദ്ധിക്കും. സുഖം, സന്തോഷം, സ്ഥാനപരിവർത്തനം ഉണ്ടാകാനും ഇടയുണ്ട്. ധനുരാശിക്കാർക്ക് കണ്ടകശനി ആരംഭിച്ചു. കർമ്മരംഗത്ത് നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. സ്ഥാനമാറ്റം, സ്ഥലം മാറ്റം, ഉയർച്ച എന്നിവ ഉണ്ടാകുന്നതാണ്. ചില രോഗക്ലേശങ്ങൾ അലട്ടുന്നതിനും ശത്രുശല്യങ്ങൾ ഉണ്ടാകുന്നതിനും ഇടയാകും. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. കുടുംബത്ത് കലഹങ്ങൾ ഉണ്ടാകാനും യാത്രാക്ലേശങ്ങളും മനപ്രയാസങ്ങൾക്കും ഇടയാകും. എതിർലിംഗത്തിൽപ്പെട്ടവരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. സുഹൃത്തുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. ഞായറാഴ്ച ദിവസങ്ങൾ അത്ര ഗുണപ്രദമാകാൻ ഇടയില്ല. സ്ഥാനഭ്രംശം, കാര്യതടസ്സം, ദൂരദേശ യാത്രകളും ധനനഷ്ടങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. കുടുംബത്ത് മ്ലാനത അനുഭവപ്പെടുന്നതാണ്. വിലപിടിപ്പുള്ള രേഖകൾ മോഷണം പോകുന്നതിനും ഇടയാകും. സന്താനങ്ങൾ മൂലം മനക്ലേശം ഉണ്ടാകാനും ചില ദോഷ അനുഭവങ്ങൾക്കും ഇടയാകും. വ്യാഴാഴ്ച ദിവസങ്ങൾ അത്ര ഗുണപ്രദമാകാൻ ഇടയില്ല. ദൂരദേശ യാത്രകളിൽ ക്ലേശങ്ങൾ വന്നു ചേരും. ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. അമ്മയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കണം. നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭദ്രകാളി ദേവിക്ക് യഥാവിധി വഴിപാടുകളും സമർപ്പിച്ച് ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുക. മകരക്കൂറ് ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ 2025 ഏപ്രിൽ മാസത്തിന്റെ ആദ്യ പകുതിയായിരിക്കും രണ്ടാം പകുതിയേക്കാൾ കൂടുതൽ മെച്ചം. മകരം രാശിക്കാരുടെ 7.5 ശനി അവസാനിച്ചിരിക്കുന്നു. മനസ്സന്തോഷം, സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്താനും ധനനേട്ടം, ശത്രുശല്യം വർദ്ധിക്കുന്നതിനും സ്ഥാനമാന ലാഭം, ബഹുമാന പ്രാപ്തി എന്നീ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. എതിർലിംഗത്തിൽപ്പെട്ടവരുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ബന്ധുക്കളുമായും ശത്രുക്കളുമായും ചില വാക്കുതർക്കങ്ങൾക്ക് ഇടയാകും. വിവാഹകാര്യങ്ങൾക്ക് അനുകൂലമാണ്. സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന മാസമാണ്. സ്ഥാനമാന ലാഭം, ധനനേട്ടം, സർവകാര്യ വിജയം, സുഖം, ഉന്നതി, സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും ഇടയാകും. സന്താനങ്ങൾ മൂലം സന്തോഷിക്കാനുള്ള അവസരങ്ങളും വന്നു ചേരും. സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങൾ തീരുമാനമാകാനും ഉന്നത പഠനം സാധ്യമാകുന്നത് വഴിയും സന്തോഷം അനുഭവിക്കാൻ ഇടയാകും. വിദേശയാത്ര തരപ്പെടുന്നതാണ്. ഉന്നത പഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ധനമിടപാടുകളിൽ നഷ്ടങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. നിത്യവൃത്തിയിൽ ചില ക്ലേശങ്ങൾക്ക് ഇടയാകും. നല്ല ആരോഗ്യം, ഉന്നത പദവി ലഭിക്കുന്നതിനും ഉദ്യോഗാർത്ഥികൾക്ക് നല്ല ഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. അച്ഛൻ ബന്ധുക്കൾ മൂലം ചില മനപ്രയാസങ്ങൾക്ക് ഇടയാകും. നേത്ര സംബന്ധമായ അസ്വസ്ഥതകളോ ഉദര സംബന്ധമായ ക്ലേശങ്ങൾക്കോ സാധ്യതയുണ്ട്. മഹാദേവന് ധാര, കൂവളത്തില കൊണ്ട് അർച്ചന, ഓം ഗം ഗണപതയെ നമ എന്ന ഗണപതി മന്ത്രം നിത്യേന ഉരുവിടുകയും ചെയ്യുക. കുംഭക്കൂറ് അവിട്ടത്തിന്റെ ബാക്കി പകുതിയും ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ 2025 ഏപ്രിൽ മാസത്തിന്റെ ആദ്യ പകുതിയേക്കാൾ രണ്ടാം പകുതിയായിരിക്കും കൂടുതൽ മെച്ചം. കുംഭം രാശിക്കാരുടെ ജന്മശനി അവസാനിച്ചിരിക്കും. രോഗശമനം, മനസ്സന്തോഷം, സുഹൃത്തുക്കളുമായി നല്ല സ്നേഹബന്ധം പുലർത്താനും സ്ഥാനമാന ലാഭം, ബഹുമാന പ്രാപ്തി, ശത്രുശല്യം കുറയുന്നതിനും അങ്ങനെ നല്ല ഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. വിവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം വന്നു ചേരുന്നതിനും ജീവിത പങ്കാളിയിൽ നിന്നും നേട്ടങ്ങളും, വസ്ത്രാഭരണാദി ലാഭം, പ്രശസ്തി, സർവകാര്യ വിജയം, സജ്ജനങ്ങൾ മൂലം സന്തോഷ അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട്. എന്നാൽ ആദ്യ പകുതിയിൽ ചില ധനച്ചിലവുകൾ ഉണ്ടാകാനും ബിസിനസ് രംഗത്ത് ചതിവുകൾ വന്നുപെടുന്നതിനും ബന്ധുക്കൾ മൂലം ചില മനക്ലേശങ്ങൾ ഉണ്ടാകാനും വീട് മാറി താമസിക്കുന്നതിനും ഇടയാകും. നാൽക്കാലികൾ മൂലം ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതാണ്.
വീട് പുതുക്കി പണിയുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും സാധ്യമാണ്. തുടർച്ചയായുള്ള ധനലാഭം, സർവ്വവിധമായ സുഖപ്രാപ്തി എന്നിവ ഉണ്ടാകും. വാക്കുപാലിക്കുന്നതിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. നേത്രരോഗങ്ങളും ഉഷ്ണരോഗങ്ങളും അലട്ടാനിടയുണ്ട്. ഉദരസംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അയ്യപ്പസ്വാമിക്ക് നെയ്യഭിഷേകം, ഭദ്രകാളി ദേവിക്ക് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നെയ്വിളക്ക് സമർപ്പിക്കുകയും ചെയ്യുക. മീനക്കൂർ. പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ 2025 ഏപ്രിൽ മാസത്തിൽ എല്ലാ കാര്യത്തിലും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഭൂരിഭാഗം ഗ്രഹങ്ങളും സപ്പോർട്ട് അല്ലാതെയാണ് നിൽക്കുന്നത്. 7ാം ശനിയിൽ ജന്മശനി ആരംഭിച്ചിരിക്കുന്നു. ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും മനപ്രയാസങ്ങൾക്കും ചില ചതിവുകൾ പറ്റി ധനനഷ്ടങ്ങൾ ഉണ്ടാകാനും ദുഃഖം എന്നിവ ഫലങ്ങളാണ്. സന്താനങ്ങൾ മൂലം ചില ധനക്ലേശങ്ങൾ വന്നു ചേരുന്നതിനും മനപ്രയാസങ്ങൾക്കും ഇടയാകും. ദുഷ്ടജന സംസർഗം ഉണ്ടാകും. തന്മൂലം ക്ലേശങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. അച്ഛൻ്റെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കർമ്മരംഗത്ത് ചില ക്ലേശങ്ങൾക്ക് ഇടയാകും. തന്മൂലം ജോലി മാറ്റത്തിനും ഇടയാകും. വ്യാഴാഴ്ച ദിവസങ്ങൾ അത്ര ഗുണപ്രദമാകാൻ ഇടയില്ല. യാത്രാവേളകളിലും ധനമിടപാടുകളിലും ശ്രദ്ധിക്കേണ്ടതാണ്. കഴിയുന്നതും വ്യാഴാഴ്ച ദിവസങ്ങൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. എതിർലിംഗത്തിൽപ്പെട്ടവരുമായി ഇടപഴകുമ്പോൾ ചതിയിൽ അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. കുടുംബത്തുള്ളവരുമായി അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനും ടെൻഷൻസ് വർദ്ധിക്കുന്നതിനും ഇടയാകും. ദുഃഖം, ദേഷ്യം, ചില ആശയക്കുഴപ്പങ്ങളും ഉണ്ടാകുന്നതാണ്. ശനിയാഴ്ച ദിവസങ്ങളും അത്ര ഗുണപ്രദമാകാൻ ഇടയില്ല. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്ര ഗുണപ്രദമാകില്ല. ഹൃദയ സംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ദൈവാധീനം നേടിയെടുക്കേണ്ടതുണ്ട്. ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാവിധി വഴിപാടുകൾ സമർപ്പിക്കുകയും ഗണപതി ഹോമം, ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുകയും വിഷ്ണു സഹസ്രനാമം നിത്യേന കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് 12 രാശികളിലായി സ്ഥിതി ചെയ്യുന്ന 27 നക്ഷത്രക്കാരും ഈ 2025 ഏപ്രിൽ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഇവയെല്ലാം ഗോചര ഫലങ്ങളാകയാൽ സ്വന്തം ഗ്രഹനിലകൾ കൂടി പരിശോധിച്ച് ദശയും അപഹാരവും അറിഞ്ഞ് യഥാവിധി വഴിപാടുകളും സമർപ്പിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ധാരാളം ഗ്രഹമാറ്റങ്ങൾ നടക്കുന്ന മാസങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനാൽ പ്രാർത്ഥനയും വഴിപാടുകളും സമർപ്പിക്കേണ്ടതുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ